Good morning, students. So we are continuing the crashing of project network today also. Yesterday we haven't completed. We drawn the network diagram. We got the result as the critical path as 1, 2, 3, 5. Then we got the project duration data as how much? 13 days, isn't it? So this was your question. All the 5 columns have been given. The activity, normal time, crash time, normal cost and crash cost were directly given in the question. The rest of the things you have calculated. Cost law കാണാനുള്ള formula എന്തായിരുന്നു? It was normal cost minus crash cost divided by crash time minus normal time. Crash cost minus normal cost by normal time minus crash time. That was your formula for finding the cost law. അങ്ങനെ calculate ചെയ്തു. Then the available time, how will you calculate? Just subtract the normal time and crash time. These all things I have explained yesterday itself. And what was our 3 questions? The first question was find the critical path and project duration. Second question it was the cost of the project, and third one is find the optimum duration. Our optimum കിട്ടാൻ വേണ്ടിയാണ് why we are doing what? Crashing. അതായത് whatever answer we get as a result of the completion of the project is possible to reduce that number of days to any more. അതാണ് crashing എന്ന് പറയുന്നത്. അപ്പോൾ crashing additional resources എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ reduce ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണ്. Okay, so for that purpose we calculated cost log and available time. Then we taken the sum of normal cost, that is a direct cost 4050. They have given indirect cost per day as how much? 200 rupees. അപ്പോൾ ഒരു ദിവസം ഇൻഡയറക്റ്റ്, അതായത് ക്രാഷിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഇൻഡയറക്റ്റ് കോസ്റ്റ് 200 ആണ്. അഡീഷണൽ ചിലവ്, ഡയറക്റ്റ് കോസ്റ്റ് അല്ലാതെ അഡീഷണൽ ചിലവ് 200 ആണ്. സോ വി ഹാവ് 13 ഡേയ്സ് ഫ്രം ദ ക്രിട്ടിക്കൽ പാർട്ട്. ആ 13 ഡേയ്സിൽ വന്ന ഇൻഡയറക്റ്റ് കോസ്റ്റ് എത്രയായിരിക്കും? 2600. സോ യുവർ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് 6650. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ രണ്ട് കോസ്റ്റാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ദ പ്രോജക്റ്റ്, കോസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്രാഷിംഗ് ചെയ്യാനായിട്ട് റിമെമ്പർ വൺ തിങ്, യു ക്യാൻ ക്രാഷ് ഓൺലി ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. വേറെ ഒന്നും ക്രാഷ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏതൊക്കെയാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്? 1 to 2, 2 to 3 and 3 to 5. These are the critical activities. So it's possible to crash only these activities. ഒന്നുകിൽ 1 to 2 crash ചെയ്യാം, അല്ലെങ്കിൽ 2 to 3 crash ചെയ്യാം, അല്ലെങ്കിൽ 3 to 5 crash ചെയ്യാം. വേറെ പോസിബിൾ വേസ് ഒന്നും നമുക്കില്ല. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഇൻ ദിസ് ഐഡന്റിഫൈ ദ വാല്യൂസ് ഓഫ് കോസ്റ്റ് ലോ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കോസ്റ്റ് ലോ 1 to 2 കോസ്റ്റ് ലോ is 200, 2 to 3 it is 100, 3 to 5 it is 150. Among these three, the least ഏതാ നോക്കാം. ലീസ്റ്റ് ഏതാ? 2 to 3. 2 to 3 is the first one that we are going to crash because our cost slope is minimum there. It is only 100. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ 100 ആണ്. എത്ര അവൈലബിൾ ടൈം ഉണ്ട്? 2 days. കണ്ടോ? 2 days you can reduce if you crash this particular activity. ബാക്കി എല്ലാം 1 ഒക്കെയാണ്. ഈ പർട്ടിക്കുലർ ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് ദിസ് ഇസ് എ ലീസ്റ്റ് ടൈം, ഇതിന്റെ നേരെയുള്ള സമയം നോക്കിയേ, യു ആർ ഗെറ്റിംഗ് 2 days ടു ക്രാഷ്. അപ്പോൾ 13 days എന്നുള്ളത് എത്രയായിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ബിക്കംസ് 11 days. 11 days ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ബട്ട് ആൻ അഡീഷണൽ കോസ്റ്റ് 100 into 2, 200 rupees അഡീഷണൽ വരും നിങ്ങൾക്ക്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ 200 rupees അഡീഷണൽ വരുമെന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ എഴുതേണ്ടത് നോക്കിക്കേ. എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുന്നത് 100 into 2 is equal to 200 if it is for 11 days. ഇത് കൂടാതെ കേട്ടോ, ഈ 6650 കൂടാതെയാണ് നിങ്ങൾക്ക് എത്ര വരുന്നത്? അഡീഷണൽ കോസ്റ്റും കൂടി വരുന്നത് for 200 rupees എന്നുള്ളത്. അത് ഞാൻ ലാസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്, അപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിംഗ്. ഏതാ നിങ്ങൾ ക്രാഷ് ചെയ്തത്? ഫസ്റ്റ് സ്റ്റേജ് ക്രാഷിംഗിൽ ഏതാണ് നിങ്ങൾ ക്രാഷ് ചെയ്തത്? ഇറ്റ് വാസ് 2 to 3 ക്രാഷ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് ഓവർ. ഇനി നമുക്ക് ഇത് ഉണ്ടാവില്ല, ഇതില്ല. ഓക്കെ, ദിസ് ഇസ് ഓവർ. ഇനി ഇത് കിട്ടത്തില്ല. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ക്രാഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എത്ര ദിവസം? 11 days ഇനിയും കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ there is 2 more choices for us, right? 1 to 2 വേണമെങ്കിൽ ക്രാഷ് ചെയ്യാം, അല്ലെങ്കിൽ 3 to 5 വേണമെങ്കിൽ ക്രാഷ് ചെയ്യാം. അപ്പോൾ 1 to 2 ആണെങ്കിൽ എത്ര ഡേയ്സ് നമുക്ക് ക്രാഷ് ചെയ്യാൻ പറ്റും? 1 day അല്ലേ? 1 day it cost how much? കോസ്റ്റ് ലോപ്പ് എത്രയാ? 200. 3 to 5 ആണ് ക്രാഷ് ചെയ്യാൻ പോണെങ്കിൽ ഇറ്റ് ഇസ് 150, റൈറ്റ്? 150. അത് അവൈലബിൾ ടൈം എത്രയാണ്? 150. അപ്പോൾ among these two the minimum is what? 3 to 5. ശരിയല്ലേ? 3 to 5 it is takes how much day? 150
150 ആണ് കിട്ടിയിരിക്കുന്ന ടൈം അല്ലേ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ക്രാഷ്. സെക്കൻഡ് സ്റ്റേജ് ക്രാഷിംഗ് മീൻസ് സെക്കൻഡ് സ്റ്റേജ് ക്രാഷിംഗ് ഇറ്റ് ഇസ് ഫോർ 3 to 5. എത്ര ഡേയ്സ് ആണ്? ഓൺലി ഫോർ 1 day. അപ്പോൾ 11 day ബിക്കം എത്രയായി? 10 days ആയിട്ട് മാറി. 10 days ആയിട്ട് നമുക്ക് മാറുവാണ്. 10 daysന്റെ കോസ്റ്റ് എത്രയാണ് വരുന്നതെന്ന് നോക്കിയാൽ ഇറ്റ് ഇസ് 150 into 1. സോ 150 into 1 is equal to 150 കൂടി എക്സ്ട്രാ വന്നു. അതായത് നേരത്തെ ഒരു 200 ഉണ്ട്, 200ന്റെ കൂടെ ഒരു 150 കൂടി അഡീഷണൽ വരുവാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇപ്പം 10 days ആക്കാൻ 350 rupees അഡീഷണൽ നമുക്ക് വന്നു എന്നുള്ളത് നോക്കാം. Now there is one more crashing, that is third stage crashing. കാരണം ഒരെണ്ണം കൂടി ബാലൻസ് കിടപ്പുണ്ടല്ലോ അല്ലേ? Yes, third stage crashing. So 3 to 5 we already did. 1 to 2 is the last activity coming in the critical activities. The coast slope is 200. അപ്പോൾ അവിടുത്തെ ക്രാഷ് ചെയ്യുന്നത് ഏതാണ്? It is 1 to 2. 1 to 2 again for 1 day. 1 day we are crashing. So 10 days become 9 days. 9 days ആയിട്ട് ക്രാഷ്. നമ്മൾ ഇത് ക്രാഷിംഗ് ചെയ്യാൻ പറ്റുന്നത് ഇനി അപ്ലൈ ചെയ്താലേ ഏതാണ് ഇതിലെ കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സംടൈംസ് 13 days തന്നെ പറ്റുള്ളൂ. ഇത് ക്രാഷ് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യും. ഐ വിൽ ഷോ യു ഹൗ ടു പ്രൂവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ക്രാഷിംഗ് പോസിബിൾ ഓൺലി അപ് ടു 9 days. അതിലപ്പുറം ക്രാഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 9 daysഉം 10 daysഉം 11 daysഉം പോസിബിൾ ആണോ എന്നുള്ളൊരു ചെക്കിംഗ് കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ 9 days എത്ര വന്നു? ഇറ്റ് ഇസ് 200 into 1. It is 200 again. So after this 13 days an extra cost പറഞ്ഞത് 11 days ആയപ്പോൾ 200. For 10 days it is 200 plus 150, that is 350 rupees. And the third stage again an extra cost of 200, that means 350 plus 200, it is 550 additional cost വന്നു for 9 days. ഇനി ഇതിൽ ഏതാണ് കറക്റ്റ്? 13 തന്നെയാണോ അതോ ക്രാഷ് ചെയ്തിട്ട് 11 ആണോ 10 ആണോ 9 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ സ്റ്റുഡൻസ്, സോ ഫസ്റ്റ് time crashing 11 days its cost additional cost 200. 10 days it is 150 for that particular crashing. Before that we have an extra cost of 200, right? So total it is 350. Then at the third stage including 350 and additional cost 200, it is 550. adu manasile vechittu venam we have to construct a new table with stage first column, duration second column, indirect cost, direct cost and total. Total means you have to add indirect and direct cost. Okay, so stage means the first initial stage, that means the actual estimated time, that is 0. നമ്മൾ സാധാരണ CPM PERT calculate ചെയ്യുന്ന സ്റ്റേജ് ആണ് 0 എന്ന് പറയുന്നത്. We got the duration as how much? 13 days. The next first stage crashing, where we got 11 days, isn't it? 11 days crashing. Second stage crashing we have 10 days and third stage crashing we have 9 days. ഇങ്ങനെയല്ലേ കിട്ടിയത്. ഇനി we are calculating the indirect cost. We know that for each day the indirect cost how much? 200. So 13 days ആണ് initially കിട്ടിയത്. 13 into 200 it is 2600. And if it is for 11 days, 11 into 200 അത്രേ വരുള്ളൂ indirect cost. So 11 into 200 it is 2200. For 10 days 10 into 200 it is 2000. For 9 days 9 into 200 it is 1800. Okay, now next is direct cost. Direct cost എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നോർമൽ കോസ്റ്റ് പ്ലസ് ക്രാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് ക്രാഷിംഗ് ഒന്നും നടത്തിയില്ലല്ലോ, നമ്മൾ 13 days ഒന്നും ക്രാഷ് ചെയ്തില്ല. സോ ഇറ്റ് ഇസ് 4050 itself. വേറെ ചേഞ്ച് ഒന്നുമില്ല, ക്രാഷിംഗ് ഒന്നും വന്നില്ല. സെക്കൻഡ് ടൈം വി ഹാവ് ആൻ അഡീഷണൽ കോസ്റ്റ്. 11 days ആയപ്പോൾ ക്രാഷ് കോസ്റ്റ് എത്ര വന്നു? ഇറ്റ് ഇസ് 4050 പ്ലസ് 200, റൈറ്റ്? അപ്പോൾ എത്ര വന്നു? 4250 വന്നു. ക്ലിയർ? 4250 is the crash cost, direct cost in the first stage. Second time it is how much? 10 days വന്നപ്പോൾ നമുക്ക് എത്ര? ഈ ഇതിന്റെ കൂടെ ഒരു 115 കൂടി അഡീഷണൽ വന്നു അല്ലേ? സോ 115 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരാ? ഇറ്റ് ഇസ് 4400 വരും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് 4400ന്റെ ഒരു 200 കൂടി അഡീഷണൽ വരുന്നതാണ്. അപ്പോൾ എത്രയാ വരാ? ഇറ്റ് ഇസ് 4600 is the additional cost obtained over here. Clear ആയോ? എത്ര ഡേയ്സ് ഒക്കെ ആണെന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത്? ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ആഡ് ദ ടോട്ടൽ. ടോട്ടൽ എത്രയാണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കിയേ.
2600 plus 4050 add ചെയ്യുക, 2200 4250 add ചെയ്യുക, that is your total. Okay, see, we got the crashing total cost as 6650 for 13. For first stage crashing it is 6450, then 6400 for 10 days, and for 9 it is 6400. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ഇതിൽ ഏതാണെന്ന് നോക്കുക. ഇറ്റ് ഇസ് 6400. ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് അണ്ടർ 2 പ്ലേസസ്. അപ്പോൾ ഏതാന്ന് എടുക്കണ്ടേ? 10 ആയാലും 9 ആയാലും എഫക്റ്റ് സെയിം ആണ് അല്ലേ. സോ 10 days ഫോർ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. 9 എടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് 10ൽ തന്നെ നമുക്ക് മിനിമം കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഏതാ നമ്മൾ സെലക്ട് ചെയ്യണത്? ഇറ്റ് ഇസ് 10 days വരെ നമ്മൾ ക്രാഷ് ചെയ്താൽ നമുക്കൊരു കോസ്റ്റ് മിനിമം ആക്കാൻ പറ്റുള്ളൂ. ഒപ്റ്റിമം ഡേയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 10 day. 9 എടുക്കുന്നത് പിന്നെ ഇനി എല്ലാം എന്ത് തന്നെ ആയിരിക്കും? 6400 തന്നെ ആയിരിക്കും, ഇനി കമ്മിങ് ഡേയ്സ് അല്ല. അപ്പോൾ സെലക്ട് ദ 10 days ഫോർ ക്രാഷിങ്. അതാണ് 13 daysൽ നിന്നും ക്രാഷിംഗ് ഡേയ്സ് എത്ര വന്നു? ഇറ്റ് ഇസ് 10 days മാത്രമേ എടുക്കുന്നുള്ളൂ. ടോട്ടൽ കോസ്റ്റ് ഓഫ് 6400 എന്ന് പറഞ്ഞെടുക്കുക. സോ വി ഹാവ് സെലക്ടഡ് ദ ലാസ്റ്റ് വൺ. ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്താണ്? 10 days. ആൻഡ് കോസ്റ്റ് എത്രയാണ്? ഇറ്റ് ഇസ് 6400. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടെണ്ണം വരുന്നതിൽ മിനിമം ആദ്യത്തെ ദിവസം തന്നെ എടുക്കുക, ബിക്കോസ് ഇനി കമ്മിങ് ഡേയ്സിലൊക്കെ തന്നെ ഈ സെയിം എമൗണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഒപ്റ്റിമം ഡ്യൂറേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ കൂടുതൽ ഇത് എടുക്കുന്നില്ല, ബിക്കോസ് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എക്സാമിന് വരുവാണെങ്കിലും അത് ചോയ്സസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനേ പറയുള്ളൂ. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഇതിങ്ങനെ എത്രയെങ്കിലുമൊക്കെ പഠിച്ചു വയ്ക്കാം. Okay, so that's all for today. Tomorrow we can take the theory portions. Okay, thank you.